ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ബത്തേരി ഭദ്രാസന MCAയുടെ തപസ്യ എന്ന നോമ്പുകാല ചിന്തകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്ന് ഈ പെസഹാ ദിനത്തിൽ തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വിചിന്തനം ചെയ്യുവാനായിട്ടുള്ള വരികൾ, ഏറ്റവും സുന്ദരമായിട്ടുള്ള വരികൾ: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ആരാണ് വലിയവനെന്ന് നിരന്തരം തർക്കിക്കുന്ന ശിഷ്യർക്ക് യജമാനന്റെ മേലങ്കയേക്കാൾ ഒരു കച്ചമുണ്ടും കുറച്ച് വെള്ളവും തുവാലയും കൊണ്ട് എളിമയുടെ പ്രവൃത്തികൾ കൊണ്ട് ഗുരുവിന്റെ മറുപടി കൊടുത്തു. അധികാരത്തിന്റെ അംഗവസ്ത്രങ്ങൾ ഊരി അടിമയുടെ അരക്കച്ച ധരിക്കുന്ന ഈശോ നമ്മോട് പറയുന്നു, അവരുടെ പാദത്തോളം താഴേണം നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ ചില താഴ്ന്നു കൊടുക്കലുകൾ, പരാതികളില്ലാതെയുള്ള തോറ്റുകൊടുക്കലുകൾ, സ്വയം പരിത്യജിക്കലുകൾ ഇല്ലാതാകുമ്പോൾ സ്നേഹത്തിൻ്റെ പൂർണ്ണതയായ ക്രിസ്തു നമ്മൾ അറിയാതെ നമ്മളിലേക്ക് കടന്നു വരും. ഉയരങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി മാത്രം ദൈവത്തെ നോക്കാൻ ശീലിച്ച മനുഷ്യനെ പാദത്തിങ്കൽ കാൽ കഴുകി ചുംബിക്കാനിരിക്കുന്ന സ്നേഹം. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അന്ന് വരെ ദാസൻ ചെയ്തിരുന്നത് യജമാനൻ ചെയ്യുന്നു. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ അവനായിത്തീരുന്നു. സ്നേഹത്തിന്റെ പ്രായോഗിക ഭാഷ എന്ന് പറയുന്നത് ഈ ശുശ്രൂഷയുടേതാണ്. എളിമപ്പെടുമ്പോഴേ കുടുംബത്തിലുള്ള ആരുടെയും കുറവിനെ സ്നേഹിക്കാൻ പറ്റൂ. എളിമപ്പെടുമ്പോഴേ അവരെന്നെ വളർത്തുവാനും സമാശ്വാസിപ്പിക്കാനും കണ്ണീരൊപ്പാനും മഹത്വം നൽകാനും പറ്റൂ. ഞാൻ ചെറുതാകുമ്പോൾ ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രമാണം എന്നിലായി. ഈ നോമ്പുകാലത്ത് നമ്മുടെ ചിന്തകളൊക്കെ അതായിരിക്കണം. ഉള്ളിൽ മാത്രം സ്നേഹമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ, ഒരു അവരനെ കാണുവാൻ, ഒരു സഹജീവിയെ കണ്ടെത്തുവാൻ ഈ നോമ്പുകാലം നമുക്കിടയാകണം. അതിലേക്കുള്ള മാറ്റമായിട്ട് ഈ പെസഹാ ദിനത്തെ നമുക്ക് കാണാം. നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനാശംസകൾ.